മേ ഐ സ്പീക്ക് ഇൻ മലയാളം. ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാണ്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ് മേ ഐ സ്പീക്ക് ഇൻ മലയാളം എന്ന്. അതായത് പണ്ട് കേട്ടോ, പണ്ട് എന്ന് പറയുമ്പോൾ കുറേ പുറകോട്ടൊന്നും പോകണ്ട. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ജോലി കിട്ടാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അറിയാലോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് ബാഹിർ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൾ എന്നോട് ചോദിച്ചു നമ്മുടെ എക്സ്പീരിയൻസ്, അതേപോലെ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് ഇംഗ്ലീഷ് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനാകെ പെട്ട്. കാരണം നമുക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ ഞാൻ ഐസിലോട് ചോദിച്ച് മാം മേ ഐ സ്പീക്ക് ഇൻ മലയാളം എന്ന് ചോദിച്ചു. അപ്പോൾ ഒറ്റയടിക്ക് നോ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നൈസിൽ എണീറ്റ് പോകാൻ നിൽക്കുക. അപ്പോൾ ആ ഇൻ്റർവ്യൂ എൻ്റെ കോളായി. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അത് നമ്മുടെ വീഡിയോയിലായാലും നമ്മൾ ചെയ്യണ യൂട്യൂബിൽ വീഡിയോസിൽ കുറേ കമൻറ്റ് വരുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് പഠിച്ചിട്ട് നമുക്ക് ജോലി കിട്ടുന്നില്ല സാറേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു വീഡിയോകൾ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശരിക്കും ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് എങ്ങനത്തെ കാൻഡിഡേറ്റ്സിനാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോകൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അവിടെ ഓരോട് പോയി ചോദിച്ചത് നമ്മുടെ കുട്ടിക്ക് ഇൻറ്റേൺഷിപ്പ് വേണം. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് വേണമെങ്കിൽ ഞങ്ങൾ എങ്ങനത്തെ സ്റ്റുഡൻസിനെയാണ് നിങ്ങൾക്ക് തരേണ്ടത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓല് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ 100 സ്റ്റുഡൻസ് ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ആകെ പാസ്സാവുന്നത് 3 പേരാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു 100 സ്റ്റുഡൻസ് പോകുമ്പോൾ ഒരു ദിവസം പോകുമ്പോൾ അതിൽ 3 പേരാണ് പാസ്സാവുന്നത്. അതെന്താണ്? അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്പോൾ സ്റ്റുഡൻസിനെ നിങ്ങൾ ഹയർ ചെയ്യാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഓല് എന്നോട് പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന സ്റ്റുഡൻസിന് അവർക്ക് അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അറിയില്ല, അവർക്ക് അവരുടെ പേര് കോൺഫിഡൻസോടെ പറയാൻ അറിയില്ല. അപ്പോൾ അതാണ് എന്ത് നമ്മുടെ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ ഈ കോഴ്സിൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അതേപോലത്തെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടെസ്റ്റും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ടീമിനോട് പറഞ്ഞു. അതേപോലെ ഹോസ്പിറ്റലായിട്ട് നമ്മൾ അവിടെ സിലബസ് മാറ്റി. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ സ്റ്റുഡൻസിനാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ സാറേ, നമ്മളൊരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ സ്റ്റുഡൻസിനെ ഞങ്ങൾ ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ടീമിനോട് പറഞ്ഞ് നമ്മൾ ഒരു മാസം 1 മന്ത് നമ്മുടെ 8 മാസത്തെ കോഴ്സിൽ 1 മന്ത് ഞങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യണം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇംഗ്ലീഷ് ആരെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡറാണ്. ഒരു ഹോസ്പിറ്റലിൽ ഭരിക്കുന്ന ആളാണ് എന്ത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പേഷ്യൻ്റ് വന്നാൽ അവരോട് സംസാരിച്ച് നിൽക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം, സ്പീക്കിംഗ് സ്കില്ല് വേണം, അതേപോലെ ഇംഗ്ലീഷ് അറിയണം. അതേപോലെ വേറൊരു കാര്യമാണ്, ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറബി അറിയുന്ന ആൾക്കാരെ വരെ ഞങ്ങൾ ഹയർ ചെയ്യുന്നതാണ്. ഞങ്ങൾ ആരെങ്കിലും അറബി അറിയണ വരെ ആൾക്കാർ ഹയർ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫോറിൻ കൺട്രീസിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കാൻ വരെ ആൾക്കാരില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദി അറിയുന്ന ആൾക്കാരെ അറബി അറിയുന്ന ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ ചെയ്യുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റാക്കാൻ നോക്കുക. നിങ്ങൾ ഈ ഒരിക്കലും ഞാൻ ഒട്ടും സംസാരിക്കാത്ത ആളാണ്, ഇൻട്രോവേർട്ടാണ് അങ്ങനെയൊന്നും പറഞ്ഞ് നിൽക്കരുത്. കാരണം ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ സംസാരിക്കണം. ഈ ഒരു കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസ് എന്തായാലും അവരുടെ സ്പീക്കിംഗ് സ്കില്ലും അതേപോലെ ഇംഗ്ലീഷും സെറ്റാക്കിയിട്ട് മാത്രമേ ഈ കോഴ്സ് ചേരാൻ പാടുള്ളൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ ഭരിക്കുന്ന ആളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ആൾക്ക് അവിടെ സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ആൾക്ക് എത്ര വലിയ ലെവലിൽ വേണമെങ്കിൽ അവിടെ പോകാൻ പറ്റും, ഒരു CEO വരെ ആവാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങളുടെ ലാംഗ്വേജ് അടിപൊളിയാക്കുക. നമ്മുടെ കോഴ്സിൽ എന്തായാലും നമ്മൾ 1 മന്ത് സ്പോക്കൺ ഇംഗ്ലീഷ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സ്പോക്കൺ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്പ് പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, ഇവർക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും അതേപോലെ ലൈവ് ഇൻ്റർവ്യൂ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മുടെ റിയൽ സ്റ്റുഡൻസ് ഇവിടെ വന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ മോൾഡ് ചെയ്തെടുക്കുക, എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാണുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ കോഴ്സ് എടുക്കുന്നില്ല എന്നുള്ള ആൾക്കാർ കൂടി നമ്മുടെ പബ്ലിക്കിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ,
നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസ് കാണുക, അതേപോലെ തന്നെ ബുക്ക് വായിക്കുക, ഇംഗ്ലീഷ് ബുക്ക് വായിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ലാംഗ്വേജ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലെവൽ വരെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ കോഴ്സിൽ നമ്മൾ എന്തായാലും 1 മന്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള ടിപ്സും അതേപോലെ തന്നെ നമ്മൾ റിയൽ ടൈം ഇൻ്റർവ്യൂ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഏത് ലെവലിൽ പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സെറ്റാക്കുക, സ്പീക്കിംഗ് സ്കില്ല് സെറ്റാക്കുക, അതിൻ്റെ ഒപ്പം തന്നെ സ്കില്ല് നല്ല രീതിയിൽ അക്വയർ ചെയ്യുക. സോ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.